നമ്മൾ നോക്കാൻ പോകുന്നത് HRMനെ കുറിച്ചാണ്. എന്താണ് HRM എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ പീപ്പിളിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് HRM എന്ന് പറയുക. ഇറ്റ് ഫോക്കസസ് ഓൺ ഹയറിംഗ് ദ റൈറ്റ് പീപ്പിൾ, training them, ensuring they are satisfied with their jobs, managing their performance and creating a positive work environment. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യുക, അതോടൊപ്പം അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ ജോലിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക, അവരുടെ പെർഫോമൻസ് മാനേജ് ചെയ്യുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിംപ്ലി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്താണ്? ഒരു ഓർഗനൈസേഷനിലുള്ള പീപ്പിളിനെ, അവിടെയുള്ള ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ്, വൈ ഈസ് HRM ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് HRM ഇമ്പോർട്ടൻറ്റ്? എൻഷുർ ദ റൈറ്റ് പീപ്പിൾ ആർ ഹയർഡ്. റൈറ്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഇംപ്രൂവ്സ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനും പ്രൊഡക്ടിവിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ ബിസിനസ്സിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് കീ ഫങ്ഷൻസ് ഉണ്ട് HRMന്. എന്തൊക്കെയാണ്? റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയി റിലേഷൻ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് HRM ആണ്. മെയിൻലി 5 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, then training and development, performance management, payroll and compensation, last one employee relation. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് പിന്നീട് നോക്കാം കേട്ടോ. HRMൻ്റെ പ്രോസസ്സാണ് അടുത്തത്. ഒരു 5 പ്രോസസ്സാണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, ഐഡൻറ്റിഫൈ ജോബ് നീഡ്സ്, ദെൻ റിക്രൂട്ട്മെൻറ്റ്, ഫൈൻഡ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്, സെലക്ഷൻ, ചൂസ് ദ ബെസ്റ്റ് ഫിറ്റ്, ഫോർത്ത് ഓൺബോർഡിംഗ്, ഇൻട്രൊഡ്യൂസ് ന്യൂ ഹയേഴ്സ് ടു ദി ഓർഗനൈസേഷൻ, ഫിഫ്ത്ത് ഡെവലപ്മെൻറ്റ്, ട്രെയിൻ ആൻഡ് ഗൈഡ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദർ സ്കിൽസ്. ഇതിൽ ഓൺബോർഡിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ പുതിയതായി വരുന്ന എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ റൂൾസും അവിടുത്തെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ ഒരു ഓർഗനൈസേഷനെ ഫുള്ളായിട്ട് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഓൺബോർഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഈ പ്രോസസ്സൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇനി ബെനിഫിറ്റ്സ് ഓഫ് HRM. ഞാൻ മെയിനായിട്ട് 3 ബെനിഫിറ്റ്സ് ഇവിടെ എടുത്തിട്ടുള്ളൂ. ഒന്ന് എന്താണ്? ബെറ്റർ ടീം വർക്ക്, മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആൻഡ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. ഈ 3 ബെനിഫിറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ചലഞ്ചസ് ഇൻ HRMൽ അഡാപ്റ്റിംഗ് ടു ടെക്നോളജി, മാനേജിങ് ഡൈവേഴ്സിറ്റി, റീറ്റെയിനിങ് ടാലൻറ്റ്. ഇതിൽ റീറ്റെയിനിങ് ടാലൻറ്റ് എന്ന് വെച്ചാൽ ഒരു എംപ്ലോയിനെ അവിടെ തന്നെ ജോലി ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ എന്താണ് അവരെ അവിടെ തന്നെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. HRM എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഓർഗനൈസേഷനിലെയും ബാക്ക് ബോൺ ആണ്. അവിടുത്തെ പീപ്പിളിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു HRൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു വെൽ മാനേജ്ഡ് ആയിട്ടുള്ളൊരു വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ HRM എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണ്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. താങ്ക്